കണ്ണൂർ കോക്ടെയിൽ കുടിച്ചണോ? അതും കണ്ണൂരിന്ന്. മലപ്പുറത്ത് നിന്ന് കുറെ വട്ടം കുടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു വ്യത്യസ്തമുള്ള ടേസ്റ്റ് ആണ്. കുറെ നട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർക്ക് വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മസ്റ്റ് ട്രൈ തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കണ്ണൂർ കോട്ട കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ വിശാലമായ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിങ്ങുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ടിക്കറ്റ് എങ്ങനെയാണ്? 25 റുപ്യ. അത് മലയാളീസിനുണ്ടോ? ഫോറിനേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലേ? എന്താ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ ഫ്രാൻസിസ്കോ അൽമീദ 1505 ഈ കോട്ട പണിതത്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്തിനോടടുത്താണ്. ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഭാഗവും കടലാണ്. കോട്ടയുടെ 3 ഭാഗവും കടലും, ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ. എല്ലാ സാധനവും കൊണ്ടുവന്നത് കടൽ മാർഗ്ഗം. 2 വർഷം കൊണ്ടാണ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചത്. 1505 നിർമ്മിക്കാൻ തുടങ്ങി 1507 കൂടിയാണ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈയിടെ ബീച്ചിനടുത്തുണ്ട്. കയറി വരുന്ന തവളിക്കുണ്ട്. ഈ സ്ഥലം നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ജയറാം അഭിനയിച്ച അമൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ഓ സൈനബ എന്ന് പറഞ്ഞ സോങ് ചിത്രീകരിച്ച സ്ഥലമാണ് ഇത്. നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ഇത്ര സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു കാലത്ത് തടവറകളായിരുന്നു. ഒരുപാട് ജീവൻ പൊലിഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. കോട്ടയുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അപ്പോൾ അടുത്ത വീഡിയോസുമായി വരാം ഗൈസ്. ബൈ.